ഹലോ എവരി വൺ, ഡാറ്റ അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഡാറ്റ അനലിറ്റിക്സ് പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ SPSS പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. SPSS ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ റിസർച്ചിന് ആവശ്യമായതും പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായതുമായ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് SPSS. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് ഡാറ്റ വ്യൂ എന്ന് പറയുന്ന SPSSന്റെ വിൻഡോ ആണ്. ഇത് കൂടാതെ തന്നെ ഇതിൽ വേരിയബിൾ വ്യൂ എന്ന് പറയുന്ന ഒരു വിൻഡോ കൂടി ഉണ്ട്. ആൻഡ് ഫർദർ തേർഡ് വിൻഡോ ആണ് ഔട്ട്പുട്ട് വ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്തതിന് ശേഷം, ഡാറ്റയും വാരിയബിൾസും എൻ്റർ ചെയ്തതിന് ശേഷം അനാലിസിസ് ചെയ്യുന്ന റിസൾട്ടുകൾ കാണിക്കുന്ന വ്യൂ ആണ് ഔട്ട്പുട്ട് വ്യൂ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് വിശദമായി പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ഫയൽ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. ഇതിലാണ് നമുക്ക് സേവ് ചെയ്യാനും അതുകൂടാതെ തന്നെ ഏതെങ്കിലും ഡാറ്റ ഫയൽസ് ഓപ്പൺ ചെയ്യാനും പുതിയ ഡാറ്റ ഫയൽസ് തുറക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എഡിറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തത് അൺഡു, റിഡോ, കട്ട്, പേസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പുതിയൊരു വാരിയബിൾ ഇൻസേർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഭാഗമാണ് എഡിറ്റ് എന്ന് പറയുന്നത്. വ്യൂ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്ക് അനാലിസിസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. കമ്പ്യൂട്ട് വാരിയബിൾ, റീകോഡ് ഇൻ ടു ഡിഫറെന്റ് വാരിയബിൾ, ഡീകോഡ് ഇൻ ടു സെയിം വാരിയബിൾ എന്ന് തുടങ്ങിയ ഡാറ്റ അനാലിസിസുമായി ബന്ധപ്പെട്ട് വാരിയബിൾസിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ വാരിയബിൾസിന്റെ കാൽക്കുലേഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട SPSSലെ ഒരു ഭാഗമാണ് അനലൈസ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ നമുക്ക് അറിയാവുന്നത് പോലെയുള്ള എല്ലാവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളുടെയും പേരുകൾ നമുക്ക് വിശദമായി തന്നെ കാണാം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അവിടെ ഫ്രീക്വൻസി, ഡിസ്ക്രിപ്റ്റീവ്സ്, എക്സ്പ്ലോർ, ക്രോസ് ടാബ്, റേഷ്യോ, PP പ്ലോട്ട്, QQ പ്ലോട്ട് തുടങ്ങിയവ. അതുകൂടാതെ തന്നെ ടേബിൾസ്, കമ്പയർ മീൻ വാരിയബിൾസ് കമ്പയർ ചെയ്യാൻ വേണ്ടി മീൻ സ്കോർ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വൺ സാമ്പിൾ ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്, പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ്, വൺ വേ അനോവ മുതലായ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ കാണാം. തുടങ്ങി കോറിലേഷൻ, റിഗ്രഷൻ, ഫാക്ടർ അനാലിസിസ്, റിലയബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് തുടങ്ങിയ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകളും പറയുന്ന ഭാഗമാണ് അനലൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ വ്യൂകളും വിശദമായി പരിചയപ്പെടാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനെയറിലെ വാരിയബിൾസ് എൻ്റർ ചെയ്യുന്ന ഭാഗമാണ് വാരിയബിൾ വ്യൂ എന്ന് പറയുന്നത്. ഈ വാരിയബിൾ വ്യൂവിൽ നമുക്ക് പ്രധാനമായും കുറച്ച് ഹെഡിങ്ങുകൾ കാണാം. നെയിം, ടൈപ്പ്, വിഡ്ത്ത്, ഡെസിമൽസ്, ലേബൽ, വാല്യൂ, മിസ്സിംഗ്, കോളം, അലൈൻ, മെഷർ ആൻഡ് റോൾ. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വാരിയബിൾ ജെൻഡർ ആണെങ്കിൽ നമുക്കിവിടെ ജെൻഡർ എന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കുന്നു. ഈ നെയിമിനൊരു പ്രത്യേകതയുണ്ട്. നെയിമിൻ്റെ അവിടെ നമുക്ക് സ്പേസ്, അതുപോലെ തന്നെ ഐഫൺ, കുത്ത്, കോമ മുതലായതൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി എഡ്യൂക്കേഷണൽ എന്ന് പറഞ്ഞ് അണ്ടർസ്കോർ ഇട്ടുകൊണ്ട് ക്വാളിഫിക്കേഷൻ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നെയിം എന്ന ഭാഗത്ത് നമുക്ക് വേറൊരു തരത്തിലുള്ള നൊട്ടേഷൻസും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അണ്ടർസ്കോർ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൊട്ടേഷൻ. അടുത്തൊരു ഭാഗമാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ടൈപ്പ് എന്ന് പറയുന്നതിൽ നമുക്ക് വാരിയബിളിന്റെ ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഓട്ടോമാറ്റിക്കലി ഡയലോഗ് ബോക്സ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ന്യൂമറിക് ടൈപ്പിനാണ്. അപ്പൊ നമുക്ക് അനാലിസിസ് പർപ്പസിന് ഉപയോഗിക്കുന്ന വാരിയബിൾ ആവുന്ന സ്ഥിതിക്ക് ന്യൂമറിക് എന്ന് പറയുന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിന്റെ വിഡ്ത്തും ഡെസിമലും ഒക്കെ നിങ്ങൾക്ക് എത്ര സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ലേബൽസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് ഈ പറയുന്ന വാരിയബിളിനെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ജെൻഡർ ഓഫ് ദ റെസ്പോണ്ടന്റ് എന്ന് നമുക്ക് കുത്തോ കോമയോ സ്പേസോ ഇട്ട് ടൈപ്പ് ചെയ്യാവുന്ന വാരിയബിളിന്റെ വിശദീകരണം, ആ നെയിമിന്റെ വിശദീകരണമാണ് ലേബൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. വാല്യൂസിൽ നമ്മൾ ക്വസ്റ്റ്യനെയറിൽ എങ്ങനെയാണ് ജെൻഡറിന് വാല്യൂ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ
വാല്യൂ ലേബൽസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ക്വസ്റ്റ്യനെയറിൽ 1 ഫോർ മെയിൽ 2 ഫോർ ഫീമെയിൽ എന്നുള്ള രീതിക്കൊക്കെ ആണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുകയും ലേബലിൽ മെയിൽ എന്ന് ടൈപ്പ് ചെയ്യുകയും ആഡ് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇക്വേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു മെയിൽ and 2 that is equal to, we can say that it is a female. Then add and the further equation that is 2 is equal to female. And further that is third one, we can say that it's third category or prefer not to say, whatever നമുക്ക് items add ചെയ്യാവുന്നതാണ്. Again add കൊടുക്കുന്നു, okay കൊടുക്കുന്നു. ഇത് നമുക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കുന്നു ഏതൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നു. ഇനി വേണ്ടത് മെഷർ എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ നിങ്ങൾക്കറിയാം സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഓരോ വേരിയബിളിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സ്കെയിൽസ് ഓഫ് മെഷർമെന്റിന്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആ ഭാഗം ക്ലിയർ ഇല്ലാതെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. ഇതിൽ നമുക്ക് ഓരോ വേരിയബിളും ഏത് സ്കെയിൽസ് ഓഫ് മെഷറിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫിക്കലി ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ജെൻഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ നോമിനൽ വേരിയബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയാം. ഇങ്ങനെ ഒരു വേരിയബിൾ കംപ്ലീറ്റ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് ഡാറ്റ വ്യൂവിലേക്കാണ് പോകേണ്ടത്. ഡാറ്റ വ്യൂവിൽ ഇപ്പോൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കാണാം. നെയിം വേരിയബിളിന് പകരം ജെൻഡർ എന്ന് പറയുന്ന പുതിയൊരു ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനെയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു 500 സെറ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനെയറിലും വന്നിരിക്കുന്ന ഡാറ്റയെ നമുക്കിവിടെ കറക്റ്റ്, ഒന്നാമത്തെ റെസ്പോണ്ടന്റിന്റെ ജെൻഡർ 1 ആണ്, രണ്ടാമത്തെ റെസ്പോണ്ടന്റിന്റെ ജെൻഡർ 2 ആണ്, ആൻഡ് കോൺസിക്യൂട്ടീവ്ലി 3, 1, 2 അങ്ങനെ നമ്മൾക്ക് എന്താണോ ക്വസ്റ്റ്യനെയറിൽ കൊടുത്തിരിക്കുന്നത് അത് താഴേക്ക് ടൈപ്പ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ചെയ്തിരിക്കുന്ന കാര്യം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിനെ നമ്മൾക്ക് പറയുന്നതാണ് വാല്യൂ ലേബൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ വാല്യൂ ഇപ്പൊ നമ്മളിവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് വാല്യൂ ആണ്. ഇനി ഈ വാല്യൂവിന്റെ ലേബൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ലേബൽസ് വന്നു. 1 എന്ന് പറഞ്ഞാൽ മെയിൽ എന്നും, 2 എന്ന് പറഞ്ഞാൽ ഫീമെയിൽ എന്നും, 3 എന്ന് പറഞ്ഞാൽ തേർഡ് കാറ്റഗറി എന്നും, അങ്ങനെ ലേബൽസ് ഐഡന്റിഫൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ വാല്യൂസ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾക്ക് ഈ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റേനെ സേവ് ചെയ്യണം. അപ്പോൾ അതിന് ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾക്ക് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമുക്ക് ഫയൽ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എങ്ങനെയാണോ നമ്മൾ ഈ ഫയലിന് ഒരു പേര് കൊടുക്കാൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ SPSS 1 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പേര് കൊടുക്കുന്നു ആൻഡ് സേവ്. ഇനി നമ്മൾക്ക് സേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയൊരു വ്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡാറ്റയും അതുകൂടാതെ തന്നെ വാരിയബിൾസും സേവ് ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വ്യൂ വന്നിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ഡാറ്റ ഫയല് SPSS 1 എന്ന പേരിൽ വിൻഡോസിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ ഔട്ട്പുട്ട് വ്യൂവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്ത് അനാലിസിസ് ടൂളുകളാണോ SPSSന്റെ വിൻഡോ വെച്ച് ചെയ്യുന്നത് അതെല്ലാം കാണിക്കുന്ന ഭാഗമാണ് ഔട്ട്പുട്ട് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഇൻപുട്ട് ചെയ്താലും അത് ഈ ഒരു ഭാഗത്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കും. ഡാറ്റയിൽ എഡിറ്റിംഗ് വരുത്തി കഴിഞ്ഞാലും അതുകൂടാതെ തന്നെ കമ്പ്യൂട്ട് വാരിയബിൾസ് ഡാറ്റ ചേഞ്ച് ചെയ്താലും വാരിയബിൾ നെയിം ചേഞ്ച് ചെയ്താലും അതിനുശേഷം അത് സേവ് ചെയ്ത് കഴിഞ്ഞാലും അതുകൂടാതെ തന്നെ ഏത് തരത്തിലുള്ള അനലിറ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ചാലും അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ കാണിക്കുന്ന ഭാഗമാണ് ഔട്ട്പുട്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഡാറ്റ എൻ്റർ ചെയ്യുന്നു താഴേക്ക് 1, 1, 2 എന്നുള്ള രീതിക്ക് താഴേക്ക് ഇങ്ങനെ കീബോർഡിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾക്ക് എപ്പോഴും ഫയലിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സേവ് ആസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനിവിടെ ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സേവ് ദിസ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് ഇവിടെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ SPSSന്റെ ഒരു ഇൻട്രോ പാർട്ടായിട്ട് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കുറച്ചു ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതുകൂടാതെ തന്നെ അനലൈസിലുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ ഒരു വാരിയബിൾ, ജെൻഡർ എന്ന് പറയുന്ന ഒരു വാരിയബിളിനെ എങ്ങനെയാണ് അത് എൻ്റർ ചെയ്യുന്നത്, ആ വാരിയബിൾസിന്റെ വാല്യൂസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിന്റെ മെഷർമെന്റ് സ്കെയിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ കാണിച്ചു. ദെയർ ആഫ്റ്റർ അതിന്റെ ഡാറ്റ വ്യൂ ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ തന്നെ ഇനി അടുത്ത ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.